വളരുന്ന സമയത്ത് ഐ വാസ് ഓൾവേസ് ദി ഫാറ്റ് കിഡ് ഗ്രോയിങ് അപ്പ്. ആൻഡ് ഇപ്പോൾ ഏകദേശം 3 കൊല്ലമായി ഞാൻ ട്രെയിൻ ചെയ്യാൻ തുടങ്ങിയിട്ട്. ആൻഡ് ദിസ് ഹൗ ഐ ലുക്ക് നൗ. ആൻഡ് ഞാൻ ജിമ്മിൽ പോകാൻ തുടങ്ങിയ സമയത്ത് കുറേ മിസ്റ്റേക്സ് ഞാൻ ഉണ്ടാക്കിയിരുന്നു, എനിക്ക് നോളജ് ഇല്ലാത്തതുകൊണ്ട്. ആൻഡ് എൻ്റെ മാതിരി സെയിം മിസ്റ്റേക്സ് ഉണ്ടാക്കുന്ന ആൾക്കാർ അവിടെ ഉണ്ടാവും. സോ ഈ വീഡിയോയിൽ ഐ വിൽ ബി കവറിങ് 5 മിസ്റ്റേക്സ് വിച്ച് ഐ മെയ്ഡ് ആൻഡ് ഐ ഹോപ്പ് യു ഗൈസ് ഡോണ്ട് മേക്ക്. സോ ഐ ഹോപ്പ് ദിസ് ഹെൽപ്സ്. ആദ്യത്തെ മിസ്റ്റേക്ക് വാസ് ഓവർ കോംപ്ലിക്കേറ്റിംഗ് ട്രെയിനിങ്. ട്രെയിനിങ്ങിന് ഒരു പെർഫെക്റ്റ് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞ സാധനമില്ല. ഏത് സ്പ്ലിറ്റാണോ ദാറ്റ് ഹെൽപ്സ് യു ട്രെയിൻ ആൻഡ് ബി കൺസിസ്റ്റൻറ്റ് ആണ് ദി ബെസ്റ്റ്. ഓവർ കോംപ്ലിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് യു കുഡ് സ്റ്റാർട്ട് വിത്ത് 3 days a week എ ഫുൾ ബോഡി സ്പ്ലിറ്റ്, അല്ലെങ്കിൽ ഒരു പുഷ് പുൾ ലെഗ് സ്പ്ലിറ്റ് 2 times ഈച്ച് മസിലും ട്രെയിൻ ചെയ്യുന്ന രീതിയിലാക്കാം. എല്ലാ സെഷനിലും കൂടുതൽ വെയിറ്റും കൂട്ടാനും റെപ്സും കൂട്ടാൻ മാത്രം നോക്കുക. പ്രോഗ്രസീവ് ഓവർലോഡ് മാത്രമാണ് മസിൽ ഗ്രോത്തിന് ഇമ്പോർട്ടൻറ്റ്. രണ്ടാമത്തെ മിസ്റ്റേക്ക് ആയിരുന്നു നോട്ട് ഈറ്റിംഗ് ഇനഫ്. ഞാൻ ആദ്യം തുടങ്ങിയ സമയത്ത് ഞാൻ നല്ല തടിച്ചിട്ടായിരുന്നു. അപ്പോൾ 76 കിലോ 60 കിലോ ആവാൻ ഞാൻ സ്റ്റാർവ് ചെയ്തു. അത് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ആകെ ചപ്പാത്തിയും മുട്ടയും ഓട്സും മാത്രമാണ് ഞാൻ കഴിച്ചിരുന്നത്. ഇങ്ങനെ ഉണ്ടായ സമയത്ത് ഞാൻ വെയിറ്റ് കുറഞ്ഞു. ആൻഡ് ഐ ഡിഡ്ന്റ് ഡു വെയിറ്റ് ട്രെയിനിങ് എത്താട്ടെ. ഞാൻ കുറേ കാർഡിയോ മാത്രമേ ചെയ്തിരുന്നത്. ഇങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഒരു സസ്റ്റെയിൻ കാലറി ഡെഫിസിറ്റ്. അപ്പോൾ എൻ്റെ മെയിൻ്റനൻസ് കാലറീസ് 2000 ആണെങ്കിൽ എന്നൊരു 300-500 കാലറി കുറയ്ക്കുക. അത്യാവശ്യം പ്രോട്ടീൻ ഇൻടേക്ക് കൂട്ടുക. സോ എയിം ഫോർ അറൗണ്ട് 1.6 to 2 gram per kg ഓഫ് ബോഡി വെയ്റ്റ്. അപ്പോൾ എൻ്റെ ബോഡി വെയ്റ്റ് 60 കിലോ ആണെങ്കിൽ അതിൻ്റെ 1.5 വുഡ് ബി 90 gram. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് മൂന്നാമത്തെ മിസ്റ്റേക്ക് വാസ് ഈറ്റിംഗ് ടു ക്ലീൻ. ഇപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ചപ്പാത്തിയും ഓട്സും മുട്ടയും മാത്രമാണ് കഴിച്ചിരുന്നത്. ഇത് കാരണം വെയിറ്റ് വേഗം കുറഞ്ഞു, ബട്ട് സൈക്കോളജിക്കൽ റെസ്റ്റ് ഭയങ്കരമായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ബിഞ്ച് ഈറ്റിംഗ് എപ്പിസോഡ്സ് ഉണ്ടാകും. അപ്പോൾ ഈ വെയിറ്റ് കുറയും, അതേമാതിരി വീണ്ടും കൂടും, വെയിറ്റ് കുറയും, അതേമാതിരി വീണ്ടും കൂടും. നമ്മൾ കാണുകയാണെങ്കിൽ മിക്ക ആൾക്കാരും ജിമ്മിൽ പോവും, ട്രാൻസ്ഫോം ചെയ്യും. തെരുവിലേക്ക് 6 മാസം ജിമ്മിൽ പോകും, ആ സമയത്ത് ഫുൾ ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും. പിന്നെ നമ്മളൊരു 6 മാസം കഴിഞ്ഞ് അവർ നോക്കുമ്പോൾ ആ വെയിറ്റ് ഫുള്ള് റീഗെയിൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ വാട്ട് യു ഷുഡ് എയിം ഫോർ ഇസ് ലൈക്ക് 80% ഹോൾ ഫുഡ്സ്, 20% പ്രോസസ്. നമുക്ക് എന്തും കഴിക്കാം, ഇറ്റ്സ് എ ക്വാണ്ടിറ്റി ദാറ്റ് മാറ്റേഴ്സ്. അപ്പോൾ വീട്ടിലുള്ള എന്തൊക്കെയുള്ളത് കഴിക്കുക, അതിന് പ്രോട്ടീൻ ഇൻടേക്ക് കൂട്ടുക. പിന്നെ ഈ സ്വീറ്റ്സുള്ള സാധനത്തിന് കാലറി ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ആ സ്വീറ്റ്സ് കഴിക്കുന്ന ദിവസം ബാക്കിയുള്ള ഫുഡിൻ്റെ അങ്ങോട്ട് ഒന്ന് കുറയ്ക്കുക. അവിടെ തന്നെ യു വിൽ ഹാവ് എ സിസ്റ്റം ദാറ്റ് കീപ്പ് യു കൺസിസ്റ്റൻറ്റ്. പിന്നെ നാലാമത്തെ എക്സസൈസ് സെലക്ഷൻ. എല്ലാ മസിൽ ഗ്രൂപ്പിനും ഒരു 2 to 3 എക്സസൈസ് ചൂസ് ചെയ്യുക. പിന്നെ അതിന് സ്റ്റിക്ക് ടു ഇറ്റ് ഫോർ 2 to 3 months. വർക്കൗട്ട് എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കുകയല്ലേ. ബിക്കോസ് വർക്കൗട്ട് എപ്പോഴും മാറ്റിക്കൊണ്ടിരുന്നാൽ നമുക്ക് പ്രോഗ്രസ് ചെയ്യണ്ടോ ഇല്ല നമുക്കറിയാൻ പറ്റില്ല. സോ സ്റ്റിക്കിംഗ് ടു സ്റ്റഫ് ഇസ് വാട്ട് ലീഡ്സ് ടു കൺസിസ്റ്റൻസി. അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അഞ്ചാമത്തെ റെസ്റ്റ് പീരിയഡ്സ്. ഇതിനെ ഭയങ്കരമായിട്ട് ഓവർ കോംപ്ലിക്കേറ്റ് ചെയ്യുന്ന ഞാൻ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ഒരാവശ്യമില്ല. എല്ലാ എക്സസൈസിനും എയിം ഫോർ 2 to 3 minutes. പിന്നെ മേക്ക് ഷുവർ ദാറ്റ് യു ആർ റെഡി ബിഫോർ ഈച്ച് വർക്കൗട്ട്. ദാറ്റ് ഈസ് ഓൾ യു നീഡ് ടു ബി ഓണസ്റ്റ്. ആൻഡ് പുഷ് ഹാർഡ്, ട്രെയിൻ ഹാർഡ്. അപ്പോൾ ഐ ഹോപ്പ് ദിസ് വീഡിയോ ഹസ് ഹെൽപ്ഡ്. ആൻഡ് എന്ത് ഹെൽപ്പ് വേണമെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ അറ്റ് ഈസാവിയെ ഇൻസ്റ്റാഗ്രാമിൽ. എൻ്റെ നമ്പർ ഞാൻ അടിയിലിടാം. ഇഫ് യു വോണ്ട് ടു കോച്ച് ഫോർ 1-to-1 കോച്ചിങ് എന്നെപ്പം താല്പര്യം ഉണ്ടെങ്കിൽ and you can do that. So that's it for this video and I'll see you guys in the next one.